സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടോ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവെഴുത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ആമേൻ. പെട്ടെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ കാരാഗൃഹത്തിനകത്തളങ്ങളിൽ ദൈവത്തെ ആരാധിച്ച ഒരു ദൈവിക വിടുതല കാരാഗൃഹത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ കാരാഗൃഹ പ്രമാണിയും ആമേൻ മറ്റു കൂടെ ഉള്ളവരും പെട്ടെന്ന് അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കുന്നു: യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഹല്ലേലൂയ. ആമേൻ. മറ്റൊരിടത്തും രക്ഷയില്ല എന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഇപ്രകാരം ചോദിപ്പാൻ ഇടയായി തുറന്നു: രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഒരു മറുപടി പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഈ മനുഷ്യൻ ചോദിച്ചത് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ മറുപടി പറഞ്ഞത്: ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീരുമെന്ന്. ആരിലാണ് വിശ്വസിക്കേണ്ടത്? ആരിലാണ് നാം അർപ്പിക്കപ്പെടേണ്ടത്? ആരിലാണ് നാം ഏൽപ്പിച്ചു കൊടുക്കപ്പെടേണ്ടത്? ആമേൻ. ഹല്ലേലൂയ. അവർക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ആമേൻ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവരുടെ നടുവിൽ ചില അത്ഭുതങ്ങളെ സംഭവിപ്പാൻ തക്കൊണ്ട് ഇടയായി തീരും. അപ്പോസ്തലനായ പൗലോസും ശീലാസും ഹല്ലേലൂയ ആമേൻ ആലയത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആമേൻ ഒരു സ്ത്രീ അവരുടെ പിറകിൽ നിന്നുകൊണ്ട് ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞ് ആമേൻ ഇവരെ വാനോളം ഈ സ്ത്രീ പുകഴ്ത്തിക്കൊണ്ട് വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ തിരിഞ്ഞു നിന്നിട്ടോ ഈ സ്ത്രീയെ ശാസിപ്പാൻ തക്കൊണ്ട് ഇടയായി തുറന്നു. ഹല്ലേലൂയ. അവളിലുണ്ടായിരുന്ന ദുരാത്മാവിനെ അവൻ ശാസിപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്തളങ്ങളിൽ ബന്ധിക്കപ്പെടാൻ ഇടയായി തീർന്നത്. അവർ കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവർ ദൈവത്തെ അതിനകത്തളങ്ങളിൽ കിടന്ന് ആരാധിക്കാൻ തുടങ്ങി. ആരാധന വെളിപ്പെട്ടപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു മാറാൻ ഇടയായി തീർന്നു. ചങ്ങലകൾ അഴിഞ്ഞു മാറുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അതിൻ്റെ അടിസ്ഥാനം പോലും ഇളകി മാറാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോഴാണ് ഈ കാരാഗൃഹ പ്രമാണി ഓടി രക്ഷപ്പെടാൻ നോക്കി തന്നെത്താൻ അമീൻ ചാകാൻ ആഗ്രഹിച്ചു. എന്നിട്ട് അവൻ അത് സംഭവിക്കാതെ വേണം അവർ മറിച്ച് അവൻ പൗലോസിനോട് ചോദിക്കുന്നു: രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ഞാനെന്ന് പറഞ്ഞ വാക്ക് മാറ്റിക്കളഞ്ഞിട്ടോ തൻ്റെ ഭക്തന്മാർ അവരോട് പറഞ്ഞ് വിശ്വസിച്ചാൽ നീ മാത്രമല്ല നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ഇടയായി തരും. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബം വിശ്വസിക്കുന്നുവെങ്കിൽ ആ കുടുംബം രക്ഷ പ്രാപിപ്പാൻ തക്ക വേണം. സർവശക്തനായ ദൈവം ആമേൻ നിങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുക: ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിക്കുന്നുവെങ്കിൽ അതേ നാമം മാത്രമല്ല, നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളും അതേ വിടുതൽ പ്രാപിപ്പാൻ തക്കോണം ഇടയായി തീരും. ആമേൻ. ഈ രക്ഷാ സന്ദേശം ആമേൻ നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ കുടുംബത്തിലും ജീവിതത്തിലുമൊക്കെ വലിയ വിടുതൽ നടക്കാൻ ഇടയായി തീരുമെന്ന് ഈ തിരുവചനം ഓർപ്പിക്കുന്നു. ഈ തിരുവെഴുത്ത് മുഖാന്തരം നിങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു.